ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഒന്നല്ല കേട്ടോ, 4 ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണത്. സോ ആദ്യത്തേത് ഞാൻ ITI മാളിക്കളവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ വക തന്ന ഓണ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം അതിന് നമ്മൾ സദ്യ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ലായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമുക്കൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നു ഞാൻ. ഇതാണ് നമ്മുടെ ഡാൻസ്. അതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണ്. ഇത് തൊട്ടടുത്ത ദിവസം കളിക്കാനുള്ളതാണ്. ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ടൈമിൽ എനിക്ക് ഒട്ടും വയ്യ. കാരണം ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് നല്ല പനി പനിക്കുന്നുണ്ടായിരുന്നു. തീരെ വയ്യായിരുന്നു. അങ്ങനെ എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പം ആളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആളുടെ വീട്ടിലേക്ക് വന്നതാണ്. ഇതിൻ്റെ വേറെ കസിനാണ് പിങ്കി. അവൾ കോളേജ് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ കസിൻ ഹരിതയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി രാത്രി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനൊന്ന് ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പനിയൊക്കെ ഒന്ന് റെഡിയായി അങ്ങനെ ഇരിക്കുവാണ്. അപ്പം 12 മണിയായി. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് സംഭവങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ആണ്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഹരിത, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ 3 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ITIയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പം രാവിലെ ഇനി നേരത്തെ എണീറ്റിട്ട് വേണം ഫുള്ള് എന്താ പറയുക അങ്ങോട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. റെഡി ആവുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ഇവിടെ എത്തി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഓഫ് ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി. ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് ഞാനൊരു ഓണം ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ റെഡി ചെയ്തതെന്നുള്ള മേക്കപ്പിൻ്റെ ചെറിയൊരു കുട്ടി മേക്കപ്പിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മിസ്സുമാർ കേട്ടോ, എൻ്റെ കൊളീഗ്സാണ് മേക്കപ്പ് മിസ് ആൻഡ് നീറ്റില മിസ്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് സദ്യ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു, നല്ല പായസമായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര ഷുഗറൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓക്കെ ആയിട്ടുള്ള പായസമായിരുന്നു. ആൻഡ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും ITIയിലുള്ള എല്ലാ സ്റ്റാഫും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മളെ പാർലറിലേക്ക് തന്നെ വന്നു. അവിടുന്ന് ഇനിയിപ്പം ഡാൻസിൻ്റെ കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കളിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കസേര കളി, പിന്നെ ബോൾ പാസിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത്. ITIയിലുള്ള എല്ലാവരും ഭയങ്കര വൈബാണ്. ലൈക്ക് എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഭയങ്കര എനർജറ്റിക്കാണ്. ആൻഡ് അങ്ങനെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബോൾ പാസിങ് ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇത് ITIയിൽ ഇട്ടിട്ടുള്ള പൂക്കളമായിരുന്നു കേട്ടോ. പിന്നെ ഗെയിംസൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നല്ല രസമായിരുന്നു. ഭയങ്കര എന്താ പറയുക എൻ്റർടൈനിങ് ആയിരുന്നു. ഈ ഒരു ഗെയിം അടിപൊളിയായിരുന്നു കേട്ടോ. ആണുങ്ങൾക്ക് സാരി ഉടുക്കാന്നുള്ള ടാസ്ക് കൊടുത്തിട്ട് അതിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കുറേ നല്ല ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാ പരിപാടിയും തീർത്തതേ നേരെ പാർലറിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണേ. ഇതാണ് തേർഡ് ഡേ നമ്മളെ പാർലറിലുള്ള സെലിബ്രേഷനാണ്. അപ്പം നമ്മൾ ബ്യൂട്ടി തെറാപ്പി എന്ന് പറയുന്ന ഒരു 3 month കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കം പാർലറാണ്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട്, ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്, കാരണം എനിക്ക് തീരെ വൈകിയിരുന്നു. ആൻഡ് നമ്മൾ ഒരു 5 മിനിറ്റിൽ ഒരു തിരുവാതിര പഠിച്ചു. അപ്പോൾ അതാണ് ഇപ്പം കളിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതിന് മുന്നേ തലേ ദിവസം ഒരു തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു തിരുവാതിരയാണ് നമ്മളവിടുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല രസമായിരുന്നു. പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ സ്പേസ് എന്ന് പറയുന്നൊരു സംഭവമേ ഉണ്ടാവില്ല. അത്രയ്ക്കും സംഭവങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തു വെക്കും. പക്ഷെ ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. അതെൻ്റെ ഒരു നേച്ചറാണ്. ഒന്നും ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നില്ല. അതുകൊണ്ട് എന്താ ഫോണിൽ സ്റ്റോറേജും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ കിടന്നിങ്ങനെ കഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ നന്നായിട്ട് തിരുവാതിരയൊക്കെ കളിച്ചു തിരിച്ച് പാർലറിലേക്ക് വന്നു. ഇനി ഫുഡ് ടൈമാണ്. നമ്മൾ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യേൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഇനി സദ്യ കഴിക്കാൻ വേണ്ടി പോകണേ. എല്ലാവരും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാവരും തറയിലിരുന്നിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തറയിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തറയിലിരുന്ന് കഴിക്കണം എന്നാണ്. പനിയുടെ ഇടയിൽ കൂടിയാണ് ഇത് ഞാൻ കഴിക്കാൻ പോകുന്ന 3ാമത്തെ സദ്യയാണ്. ആൻഡ് നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യ കഴിച്ച് പായസം കുടിച്ച് എനിക്ക് തൃപ്തിയായി ഇപ്രാവശ്യത്തെ ഓണം. ആൻഡ് ഇതായിരുന്നു എൻ്റെ ലുക്ക് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് എടുത്ത ഒരു ധാവണിയായിരുന്നു. ആൻഡ് പായസം ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ 4th ഓണം, 4ാമത്തെ സദ്യയാണിത്. ഇത് എൻ്റെ വീട്ടിലുള്ള ഓണമാണ്. വീട്ടിൽ നമ്മൾ പൂവൊക്കെ ഇട്ടു. അതേപോലെ തന്നെ ഇപ്പോൾ സദ്യയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 4 പേരും, ഞാനും അച്ഛനും അമ്മയും അനിയനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് ബീട്രൂട്ടിൻ്റെ പച്ചടി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് അത് കാണാനും കഴിക്കാനും. അപ്പോൾ അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഓണത്തിൻ്റെ അന്ന് വീട്ടിലിടാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്തൊരു കുർത്തയായിരുന്നു. ഒരു സിമ്പിൾ കുർത്തയാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിച്ചു. അപ്പോൾ എൻ്റെ 4 day ഓണം സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.